ശബരിമല കൊള്ളയിൽ പത്മകുമാറും ഇതാ ജയിലിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ കുരുക്ക് മുറുകുകയാണ്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു എന്ന ജീവനക്കാരുടെ മൊഴിയാണ് ഇപ്പോൾ കുരുക്കായി മാറുന്നത്. മുൻ പ്രസിഡന്റിന് പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഒക്കെ ഉപയോഗിച്ചിരുന്നത് പോലും ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് എന്നും പൂജാ ബുക്കിങ്ങിൽ അടക്കം പ്രത്യേക പരിഗണന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരുന്നുവെന്നുമുള്ള മൊഴികൾ, അതേസമയം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെയൊക്കെ സാമ്പിൾ ഇന്ന് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒരു പ്രത്യേക മമതയും സ്നേഹവും വാത്സല്യവും ഒക്കെ പത്മകുമാറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിന്റെ പല വ്യക്തികളുടെയും ജീവനക്കാരുടെയും മൊഴികൾ കുരുക്കായി തീരുന്നത് ഇപ്പോൾ പത്മകുമാറിന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകളൊക്കെ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഒപ്പം തന്നെ FIR, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടുകൂടിയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നു എന്നും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ഇപ്പോഴത്തെ ആവശ്യം. അപ്പോൾ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വസ്വാതന്ത്ര്യവും പ്രത്യേക പരിഗണനയും നൽകിയിരുന്നു എന്നുള്ള ജീവനക്കാരുടെ മൊഴികൾ ഇതിൽ നിന്ന് വ്യക്തമാണ്. എത്രത്തോളം അടുപ്പമുണ്ട് പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും. പ്രസിഡന്റിന്റെ മുറി പോലും പലപ്പോഴും പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നതായും പൂജാ ബുക്കിങ്ങിലും നിരവധിയുള്ള ഇളവുകൾ ലഭിച്ചിരുന്നു എന്നുള്ള അടക്കം അന്വേഷണക്കുറിപ്പുകളിൽ നിന്ന് ഇപ്പോൾ സൂചനകൾ ലഭിക്കുകയാണ്. പലരുടെയും മൊഴികൾ അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഈ പ്രസിഡന്റിനെയും ഒപ്പം തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണ പോറ്റിയെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ചില സൂചനകളാണ് എന്നുള്ളതാണ്. ഇതോടൊപ്പം സന്നിധാനത്തിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും അതിൽ നിന്ന് ഇപ്പോൾ പുതിയ ഒരു രേഖയിലേക്ക്, ഒരു പാതയിലേക്ക് അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിഞ്ഞത്. മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു സംശയം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല തെളിവുകൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ തലത്തിലേക്ക് അന്വേഷണങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുടെ ആരംഭം എവിടെ നിന്നാണ്? ഒന്നാം പ്രതിയാക്കിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാം പ്രതി സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിട്ടുള്ള മുരാരി ബാബുവും അതിനുശേഷം മൂന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള N വാസുവും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സഹയാത്രികനും സഖാവുമായിട്ടുള്ള D സുധീഷ് കുമാറുമൊക്കെ അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് ഇവിടെ മുൻ പ്രസിഡന്റായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ അന്വേഷണം എന്ന് പറയപ്പെടുന്ന പത്മകുമാറിൽ അവസാനിക്കാൻ പോകുന്നു എന്നൊന്നും ആരും കരുതണ്ട. കാരണം ഇനിയുമുണ്ട് ഇതിലേക്ക് കുടുങ്ങാൻ പറ്റിയ വിരുദ്ധന്മാർ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല എന്ന് പറയപ്പെടുന്ന പരിപാവനമായ ഒരു പുണ്യ പൂങ്കാവനം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് ഇത്രത്തോളം വിവരക്കേടും വൃത്തിയില്ലായ്മയും വൃത്തികേടും കാണിക്കാൻ പറ്റുന്ന കുതികാൽ വെട്ടുന്ന സഖാക്കന്മാർ കൊടികുത്തി വാഴുന്ന ഇടമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അവന്മാരെ തൂത്തെറിയേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആര് നടപ്പിലാക്കിയാലും, ആരൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തുവാലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തേണ്ടത് തന്നെയാണ്, എത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുൻ മേൽശാന്തി അയച്ച കത്ത് അത് പുറത്തു വന്നിരിക്കുന്നു. അത് വലിയ വിവാദമായിരിക്കുന്നു. മുൻ മേൽശാന്തിയായിട്ടുള്ള AC ശങ്കരൻ നമ്പൂതിരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്ത് പുറത്തു വന്നപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ നോമിനിയാണ് എന്നുള്ള കാര്യമാണ് കത്തിൽ പറയുന്നത്. കഴിഞ്ഞ 25-ാം തീയതി അയച്ച കത്തിന്റെ പകർപ്പ് ദേവസ്വം വിജിലൻസ് SP വരെ അയച്ചിട്ടുണ്ട്. നേരത്തെ അത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറും ഈ തന്ത്രിയെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്ന സാഹചര്യവും പരാമർശവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. 2015-16 കാലത്താണ് ഈ ശങ്കരൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായിട്ട് എത്തുന്നത്. ഇതിനുശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൂടുതൽ ശക്തനായി മാറുന്നത് എന്നുള്ളതാണ്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈയഴിഞ്ഞ് സഹായിക്കാനാണ് ഒരു സഖാവ് കൂടി ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അത് പത്മകുമാറാണെന്ന് മാത്രം.
ഈ എ പത്മകുമാറിനെ അവിടേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന സമർത്ഥനായിട്ടുള്ള ഒരു കള്ളൻ, ആ കള്ളൻ കാട്ടിക്കൂട്ടിയ പേ പിടിച്ച വഴികളിലൂടെയുള്ള യാത്ര ബാക്കിയുള്ളവരെ കൂടി പണത്തിന്റെ പേരിൽ സഹായിക്കുവാനും, പണത്തിന്റെ പേരിൽ ഷെയർ ഇടുവാനും, പണത്തിന്റെ പേരിൽ ഷെയർ സമ്പാദിക്കുവാനും, ആ പങ്ക് പറ്റുവാനും വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ബാക്കിയുള്ളവർ എന്ന് പറയപ്പെടുന്നത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരാണ്. മുരാരി ബാബു ആകട്ടെ, ഈ ഡി സുധീഷ് കുമാർ ആകട്ടെ, ഒപ്പം തന്നെ എൻ വാസു ആകട്ടെ, ഇവരെല്ലാവരും ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. ദേവസ്വം ബോർഡിനകത്ത് തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ളവർ അടക്കം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കെ ബൈജു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യപ്പെട്ടു. ബൈജുവിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് വാസുവിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു പോയതും വാസുവിനെ അറസ്റ്റ് ചെയ്തതും. വാസു എന്ന് പറയപ്പെടുന്ന സഖാവ് നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തന്നെ 27ാമത്തെ വയസ്സിൽ തന്നെ CPM-ന്റെ സഹയാത്രികനായി നിന്നുകൊണ്ട് ആ സഖാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു 10 വർഷക്കാലം. ആ 10 വർഷത്തെ പഞ്ചായത്ത് ജീവിതത്തിന് ശേഷമാണ് ജുഡീഷ്യറിയിലേക്ക് എത്തപ്പെടുന്നതും, അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുന്നതും, അതിനൊക്കെ ശേഷം ശബരിമലയിലേക്ക് എത്തപ്പെടുന്നതും, ദേവസ്വം കമ്മീഷണർ ആകുന്നതും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ചെമ്പുപാളികൾ എന്ന് എഴുതി വിടാൻ അദ്ദേഹം സൗമനസ്യം കാട്ടിയത്, സ്വർണ്ണപ്പാളികളെ. അവിടെ തൊട്ട് തുടങ്ങിയ ഈ കള്ളത്തരങ്ങളാണ് ഇപ്പോൾ ജയിലിലേക്ക് വഴി തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ മഹാന്മാർക്ക്. അപ്പോൾ അവിടെ മുരാരി ബാബു എന്ന് പറയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും, ഡി സുധീഷ് കുമാർ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിലും, ഈ പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസു ആണെങ്കിലും, ഇപ്പോൾ ഇതാ എ പത്മകുമാർ ആണെങ്കിലും ഒക്കെ എല്ലാവരും ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. എല്ലാവരും പങ്കുപറ്റി എടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിൽ വരുന്ന വിഷയങ്ങൾ. എല്ലാവരുടെയും കൂട്ടിയിരുത്തിയുള്ള മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ വലിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ ഗൂഢാലോചനയിലേക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ, ആ ഇത്രയും വൃത്തികെട്ടവനെ, കള്ളനെ ഇതിനകത്തേക്ക് ഇവർ സഹായിച്ചത്. ആ സഹായം എന്ന് പറയപ്പെടുന്നത് ഈ മുരാരി ബാബുവിന്റെയും ഡി സുധീഷ് കുമാറിന്റെയും എൻ വാസുവിന്റെയും എ പത്മകുമാറിന്റെയും മാത്രം കരങ്ങളിലൂടെ അല്ല നടന്നിട്ടുള്ളത്. ഇനിയുമുണ്ട് ഇതിന് പിൻബലമേകുന്നവർ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് അടക്കമുണ്ടായിരുന്ന പ്രശാന്ത് അടക്കമുള്ള, ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള വാസവൻ അടക്കമുള്ളവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2019 കാലഘട്ടത്തിൽ ആരൊക്കെയാണോ ഇതിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് അവരടക്കമുള്ളവർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അയ്യപ്പന്റെ വല്ലാത്ത ഒരു സാഹചര്യവും സാന്നിധ്യവുമാണ് ഈ വൃശ്ചിക പുലരി ഉണ്ടാകുമ്പോഴും നമുക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ സഖാക്കളായി ഇതാ ജയിലിലേക്ക് പോകുന്നത്. അത് വിശ്വാസിയുടെ മനസ്സിന്റെ പുണ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വൃശ്ചിക മണ്ഡല മകരമാസ പൂജയുടെ തുടക്കത്തിൽ ഇന്ന് തന്നെ 1-ാം തീയതിയായ ഇന്ന് തന്നെ ഈ പത്മകുമാർ അടക്കമുള്ളവരെ ജയിലിലേക്ക് കൊണ്ടുപോകുവാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു. ജയിലിലേക്ക് ഇങ്ങനെ വരിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ഈ പറയുന്ന മുരാരി ബാബു, അതിനുശേഷം സുധീഷ് കുമാർ, ഇപ്പോൾ വാസു, ഇനി അടുത്തത് പത്മകുമാർ. ഇങ്ങനെ എല്ലാ സഖാക്കന്മാരും നിരയായി ജയിലിലേക്ക് അയ്യപ്പൻ തന്നെയാണ് അയക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ഇതിനും മുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന പലരുമുണ്ട്. അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മന്ത്രിമാരും ഒപ്പം തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരുടെ അടക്കം ജയിലിലേക്ക് പോവുക തന്നെ വേണം. ആരാണോ ഇതിനകത്ത് അയ്യപ്പന്റെ സ്വർണം കക്കുന്നതിന് കാവൽ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൂട്ടുനിന്നിട്ടുള്ളത് എല്ലാവരും ജയിലഴികളിലേക്ക് തന്നെ പോകണം. ഇത് പറയാൻ കാരണം ഇങ്ങനെ ഓരോ സഖാക്കൾ കൂടി ഇങ്ങനെ ജയിലിലേക്ക് പോകുമ്പോഴും ശബരിമല മണ്ഡലമാസത്തിന്റെ തുടക്കത്തോടുകൂടി ഭക്തരുടെ തിരക്ക് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ശബരിമലയിൽ നട തുറന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളടക്കം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. സന്നിധാനത്തൊക്കെ തിരക്ക് തുടരുകയാണ്. തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്കുള്ള കാനന പാതകളടക്കം തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വലിയ വിശ്വാസികളുടെ വലിയ തല്ലിക്കയറ്റം തന്നെ വീണ്ടും ശബരിമലയിൽ ഉണ്ടാകുന്നു. ഇത്രമാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അയ്യപ്പൻ എന്ന് പറയപ്പെടുന്നത് കലിയുഗ വരദനാണ്. ആ കലിയുഗ വരദന്റെ നിറഞ്ഞാട്ടം തന്നെയാണ് ഇപ്പോൾ ഈ സഖാക്കന്മാരെ ജയിലിലേക്ക് അയക്കുന്നത് എന്ന് പറയേണ്ടത്.